ശ്രീ ജയൻ, മഞ്ചവിളാകം ജയൻ, സഭാ നടപടികളിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട് സഭാ ചട്ടങ്ങൾ വെച്ച് ഒക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ടാണ് പ്രതിപക്ഷം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫോറത്തിലും സഭാ ചട്ടങ്ങൾക്കനുസരിച്ച് എഴുതി കൊടുക്കാനോ ഉന്നയിക്കാനോ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം ശരിയല്ലേ? എന്താണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം? ആ ആവശ്യം ഉന്നയിച്ചാൽ വിശദീകരണം നൽകാൻ തയ്യാറാണ്. പക്ഷേ അതിന് അവസരമൊരുക്കാതെ ഈ വിധം സഭയിൽ പെരുമാറുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സഭയെ തടസ്സപ്പെടുത്തുക എന്നതിനുമപ്പുറം സഭ മുടക്കുക, അലങ്കോലമാക്കുക എന്നുള്ളതല്ലേ? പ്രതിപക്ഷം അത്രമേൽ വീക്കാണ് എന്നല്ലേ ഇത് തെളിയിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത്? നോക്കൂ, സാധാരണ നിയമസഭയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ സ്പീക്കർ സഭ നിർത്തിവെച്ച് സഭാ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും മെനഞ്ഞാന്നും ബഹളമുണ്ടായി. എന്തുകൊണ്ട് സ്പീക്കർ ചർച്ചയ്ക്ക് വിളിച്ചില്ല? അതൊന്ന്. ഇവിടെ ശരത്ത് ചോദിച്ചു എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല. ഞാൻ പറയട്ടെ, അടിയന്തര പ്രമേയം പറഞ്ഞങ്ങനെ പോവല്ലേ? സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു, എന്തേ പോകാതിരുന്നത്? വിളിച്ചില്ല. ഇന്നലെയോ മെനഞ്ഞാന്നോ വിളിച്ചിട്ടില്ല. അതെ, എന്താണ് പ്രശ്നമുണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ 2 ദിവസത്തെ സാഹചര്യം മനസ്സിലാക്കി സ്പീക്കർ. അപ്പോൾ നിങ്ങൾ ഇന്നലെ വിളിച്ചില്ലല്ലോ, എന്നാണോ അതിന്റെ ന്യായം? താങ്കൾ പറഞ്ഞു വിളിച്ചില്ലല്ലോ, വിളിച്ചു, ഇന്ന് രാവിലെ വിളിച്ചു. താങ്കൾ തന്നെ പറഞ്ഞത് പാളി. നല്ല തടസ്സം ചെയ്തത് ഞങ്ങൾ തടസ്സം ചെയ്യുകയാണെന്നേ, അതിനകത്ത് തർക്കം വേണ്ട. ഇന്നലെയും മെനഞ്ഞാന്നും അത് സഭ തടസ്സം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ശരത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം? അടിയന്തര പ്രമേയം ചർച്ച തള്ളി അവിടെ ക്ലോസ് ചെയ്യേണ്ട വിഷയമല്ല. അയ്യപ്പ ചർച്ച ചെയ്താലോ പ്രതിപക്ഷത്തിന് അതല്ലേ വേണ്ടത്? മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നിങ്ങളുടെ ആവശ്യം എന്താണ്, വിശദീകരണം തരാൻ തയ്യാർ. എന്നിട്ടും പ്രതിപക്ഷം അത് കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യ മര്യാദയാണത്? ഈ വിഷയം ചർച്ച ചെയ്ത് അങ്ങനെ ക്ലോസ് ചെയ്യാനുള്ളതല്ല. ഇത് കേരളത്തിൽ അല്ലേ? അതുകൊണ്ടാണല്ലോ സ്പീക്കർ ചർച്ചയ്ക്ക് വിളിക്കാത്തത്. സഭാ നേതാക്കൾ തെറ്റ്. ജയൻ പറയുന്നത് തെറ്റ്. കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ വിളിച്ചു, പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഇന്നാണ് ഈ സഭ നടക്കുന്നത്. ഇന്നാണ് വിളിച്ചത്. മൈ ക്വസ്റ്റ്യൻ, സഭ ഇല്ലല്ലോ, നാളെ ഉണ്ടല്ലോ. വിളിച്ചില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും പ്രതിപക്ഷം എടുക്കുന്ന സമീപനം അങ്ങനെയല്ലേ എല്ലാ സഭയും ചെയ്യുന്നത് ജയൻ? സഭയിൽ പ്രതിപക്ഷം എടുക്കുന്ന ഒരു ശൈലി കാണുമ്പോൾ എന്തു ചെയ്യും? സ്പീക്കർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കും. ആ 2 ദിവസത്തെ അനുഭവങ്ങളിൽ നിന്ന് 3-ാം ദിവസവും സഭ അങ്ങനെ പോകരുത്, അത് കുറെ കൂടി ശരിയായി സഭ ചേരണം എന്ന് സ്പീക്കർ വിചാരിക്കുന്നത് കൊണ്ടല്ലേ യോഗം ചേരുന്നത്. ആ യോഗം ബഹിഷ്കരിച്ചിട്ട് വന്നിട്ട് പറയുകയാണ് വിളിച്ചില്ലല്ലോ യോഗം. എന്ത് ന്യായമാണ് ഇതൊക്കെ? മിസ്റ്റർ ശരത്ത്, അങ്ങനെ 3 ദിവസം കാത്തിരുന്നല്ല സ്പീക്കർമാർ ഈ സഭാ നേതാക്കൾ ഒരു പ്രശ്നം സഭാ നേതാക്കന്മാർ വിളിച്ച് ചർച്ച ചെയ്ത് അടുത്ത് സഭ കൂടാൻ വേണ്ടിയുള്ള ചർച്ച നടത്തും. അത് ചെയ്തില്ല. അപ്പൊ നമ്മൾ എനിക്ക് ന്യായം മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് തീരുമാനം ജയൻ, നിങ്ങൾ പറയുന്നു സ്പീക്കർ യോഗം വിളിച്ചില്ല എന്ന് നിങ്ങൾക്ക് ഒരു നിലപാടുണ്ട് എങ്കിൽ ഡിമാൻഡ് ചെയ്തോ. 2 ഇന്ന് വിളിക്കുമ്പോൾ സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തെ കേൾക്കാനല്ലേ ആ യോഗം വിളിക്കുന്നത്? പ്രതിപക്ഷത്തിന് അവസരം ഒരുങ്ങുകയല്ലേ? അത് ആ യോഗത്തിൽ പോലും പങ്കെടുക്കാതിരുന്ന പ്രതിപക്ഷം, UDF, പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ നേതാവ് സ്വയം വെളിപ്പെടുകയല്ലേ സമൂഹത്തിന് മുന്നിൽ? ഇല്ല, അത് ഞങ്ങളുടെ തീരുമാനമാണ്, UDF തീരുമാനമാണ്. അവസാനിപ്പിക്കാനുള്ള വിഷയം അല്ലത്. ഇതാണ് സഭയെ എതിർത്തോടെ ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അജണ്ട. അതിന് സംശയം. പുറത്ത് നിങ്ങൾ സമരം ചെയ്യൂ. സഭയ്ക്കകത്ത് എത്ര ഓപ്ഷൻസ് ഉണ്ട്? സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചല്ലോ. സഭയ്ക്കകത്തിരിക്കുമ്പോൾ പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്? രാവിലെ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ ഒരു ചോദ്യമായിട്ടെങ്കിലും ഇത് ഉന്നയിക്കാമല്ലോ. അടിയന്തര പ്രമേയം പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്. ആ നിലയിൽ 10 മണിക്ക് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തോ? ശ്രദ്ധ ക്ഷണിക്കലുണ്ടായോ? സബ്മിഷൻ ഉണ്ടായോ? പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ച് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ടല്ലോ. ഇതും ചെയ്തില്ലല്ലോ. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് രേഖാമൂലം സഭാചട്ടമനുസരിച്ച് ഒരു വരിയിൽ തങ്ങളുടെ പ്രശ്നം എഴുതാൻ മടികാട്ടുന്നത്? എന്തുകൊണ്ടാണ്? ചോദ്യമാണ്. ഞങ്ങൾ അത് ചർച്ച ചെയ്ത് അവിടെ അവസാനിപ്പിക്കാൻ ഈ വിഷയം ഉദ്ദേശിക്കുന്നില്ല. തീരുമാനമാണ്, കോൺഗ്രസ് തീരുമാനമാണ്. അപ്പം സഭ ചേരണ്ടേ? സഭ ചേരണം. പക്ഷേ ഇതൊരു കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരെ, ശബരിമല ഭക്തന്മാരെ അവരെ അഫക്റ്റ് ചെയ്യുന്ന വിഷയമാണ്. ഇത് അങ്ങനെ ചർച്ച ചെയ്ത് ക്ലോസ് ചെയ്ത് പോകാനുള്ള വിഷയമല്ല. UDF പ്രതിപക്ഷത്തിന്റെ അവകാശം
അത് പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷത്തിനത് സഭയിൽ ഉന്നയിക്കാനും ഭരണപക്ഷത്തു നിന്ന് മറുപടി കേൾക്കാനും അതിനോട് തർക്കിക്കാനും വിയോജിക്കാനും ഇറങ്ങിപ്പോകാനും ഒക്കെ കഴിയുന്ന നോക്കൂ, അത് പ്രതിപക്ഷ ചെയ്യാറുണ്ട് അവകാശമുണ്ട്. ശരത്. ഇത് ഇത് ചെയ്യുന്നില്ലല്ലോ. കോടതി ഇടപെട്ടൊരു വിഷയമാണ്. ഇത് കേരളത്തിൽ അഗ്രസീവായ ഒരു വിഷയമാണ്. കോടതി അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വിഷയം ചർച്ചപ്പെടില്ല. അതിലെന്താണ് അഭിപ്രായം? മന്ത്രിമാർ ചോദിച്ചല്ലോ, ഇവിടെ എങ്ങനെയാണ് ആ അന്വേഷണത്തിലേക്ക് പോയത്? നിരന്തരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഹൈക്കോടതി അറിയിക്കാൻ പോകുന്നു, സമഗ്രമായ അന്വേഷണം വേണം. ഇവിടെ ദേവസ്വം വകുപ്പ്, ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശാനുസരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുന്നു. ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ വിഷയത്തിലൊരു അന്വേഷണം നടക്കുമ്പോൾ സഭയ്ക്കകത്ത് പ്രതിപക്ഷം വെറുതെ ബഹളം വെക്കുകയാണ്. അപ്പോഴാണ് മന്ത്രിമാരും സർക്കാരും ചോദിച്ചത്, എന്താണ് ഇതിൽ നിങ്ങളുടെ നിലപാട്? ആ അന്വേഷണം വേണ്ട എന്നാണോ? ആ അന്വേഷണത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? ആ അന്വേഷണത്തെ എതിർക്കുന്നുണ്ടോ? ഈ പ്രതിപക്ഷം ആ അന്വേഷണത്തെ എതിർക്കുന്നുണ്ടോ? ശ്രീ ജയൻ പറയൂ. കോടതിക്ക് പോലും സർക്കാരിൽ വിശ്വാസമില്ല ശരത്. അതുകൊണ്ടാണ് കമ്മീഷൻ അംഗങ്ങളെ കോടതി തന്നെ പറഞ്ഞു. കോടതി വെച്ചത്. അങ്ങനെ വേണമല്ലോ. മൊത്തം പേരെടുത്ത് പറഞ്ഞു വെച്ചത്. അങ്ങനെ കോടതി ദേവസ്വം ബെഞ്ചുണ്ട്, ആ ബെഞ്ചിലേക്കാണ് സർക്കാർ ഈ ആവശ്യം ഉന്നയിച്ചത്, ദേവസ്വം ബോർഡ് ഈ ആവശ്യം ഉന്നയിച്ചത്. അത് കോടതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തുള്ള അന്വേഷണം അല്ലല്ലോ, സർക്കാർ അല്ലല്ലോ. എങ്കിൽ പിന്നെ സർക്കാർ അന്വേഷിച്ചാൽ മതിയായിരുന്നല്ലോ. അല്ല, അതിനപ്പുറം വിജിലൻസ് റിപ്പോർട്ട് ചെയ്തു, ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പച്ചയ്ക്ക് പറഞ്ഞില്ല, ഇവിടെ കടത്താണ്. അങ്ങനെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചതിന്റെ തുടർച്ചയിൽ ഗൗരവത്തോടെ വളരെ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ആലോചിക്കുന്നു. സർക്കാർ അത് കോടതിയെ അറിയിക്കുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കുന്നു, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. ബാക്കിയൊക്കെ വിട്ടേക്കൂ. നിങ്ങൾക്ക് രാഷ്ട്രീയമായി സർക്കാരിനോട് അക്കാര്യത്തിൽ യോജിക്കാനോ അനുകൂലമോ അനുഭാവമോ ഉള്ള നിലപാട് പറയാൻ കഴിയില്ല, മനസ്സിലാക്കാം. ഞാൻ ചോദിക്കുന്നത്, ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം നടക്കുന്ന മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. പക്ഷേ ഇവിടെ ഓരോ ദിവസവും വരുന്ന വിവരങ്ങൾ പുതിയ അതവിടെ നിൽക്കട്ടെ, ആ അന്വേഷണത്തിൽ അതിന് വ്യക്തത വരട്ടെ. അതാണ് ഇന്ന് വന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിലൊരു നിങ്ങൾ തന്നെ പറഞ്ഞ എല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടത്. ആ അന്വേഷണത്തിന് നിൽക്കുമ്പോൾ ജനാധിപത്യപരമായി സഭാ ചട്ടങ്ങൾ അനുസരിച്ച് സഭയ്ക്കകത്ത് ഈ വിഷയത്തെ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാൻ ശ്രീ ജയൻ പറഞ്ഞ പോലെ ജനങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ചർച്ച ചെയ്യണമെന്നേ. പ്രതിപക്ഷം ചർച്ച ചെയ്യാതെ സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തുന്നതല്ല പ്രതിപക്ഷത്തിന്റെ സഭാചട്ടം. ഞങ്ങൾ സഭയിൽ സഹകരിക്കാത്തത്. ദേവസ്വം മന്ത്രി രാജിവെച്ച് മാറി നിൽക്കണം, ദേവസ്വം ബോർഡ് ചെയർമാൻ മാറി നിൽക്കണം.